എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റോൾസ് ഓഫ് എ പാസ്റ്റേഴ്സ് വൈഫ് ആൻഡ് ദ ചാലഞ്ചസ് ഓഫ് എ പാസ്റ്റേഴ്സ് വൈഫ്. എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാസ്റ്റേഴ്സ് വൈഫ് ഇവിടെ ഉണ്ട്. ഐ തിങ്ക് സോ you could have given them the opportunity to speak, but I consider it a privilege to stand before you. കഴിഞ്ഞ 20 വർഷത്തെ അനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. There is no universal job description for a pastor's wife. ഉണ്ടോ? I want to have an interactive session, okay? ഉറങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്നെ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചപ്പോൾ ഞാൻ ഒരു നാളും ആഗ്രഹിച്ചില്ല ഞാനൊരു പാസ്റ്ററിൻ്റെ വൈഫ് ആകണമെന്ന്. My calling, I felt, was more a missionary calling when God called me for full-time ministry. And when I got married, I was so specific to get married to a Bible college teacher, not a pastor. So because ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പറയുവാൻ ഞങ്ങൾക്ക് പാരമ്പര്യമൊന്നും ഇല്ലായിരുന്നു, പാസ്റ്റേഴ്സിൻ്റെ പാരമ്പര്യം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് I don't know what is the actual role of a pastor's wife. And growing up in Bangalore, ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ശുശ്രൂഷിച്ച പാസ്റ്റർമാർ എല്ലാവരും SABCയിലെ സ്റ്റുഡൻസും ഇല്ലെങ്കിൽ SIEXലെ സ്റ്റുഡൻസുമായിരുന്നു. So they all were, they didn't have families. So I didn't have a pastor's wife as a role model. So but എനിക്കറിയായിരുന്നു അത് ഒത്തിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രപ്പോസൽ എല്ലാം വന്നപ്പോൾ പാസ്റ്റേഴ്സിനോട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. I said no. But in the divine plan of God, God had a plan that I would become a pastor's wife one day. Am I the perfect pastor's wife? No, absolutely no. When I came into the church, Metro Church of God, as you all know, I was stepping into a shoes that is very big for me to fit. ഞാൻ ആയിരിക്കുന്ന ദൈവസഭയിൽ ഞങ്ങൾ ചാർജ് എടുത്ത് വന്നപ്പോൾ അവിടെ ആയിരുന്ന ദേവദാസി TV ജോർജ് പാസ്റ്ററിൻ്റെ മാമ എന്ന് പറയുന്നത് ഇപ്പോഴും അവരുടെ ലെഗസി is spoken every time I meet people. So initially when I came into the church, I was given a bigger shoes. I was trying to walk in that shoes. I was trying to imitate her. I wanted to be her. Then ഒത്തിരി നാളുകൾ ശേഷമാണ് എനിക്ക് മനസ്സിലായത് I cannot walk in her shoes because that shoe was meant for that person. I have my own individual identity and I have to walk in my shoes. അത് എനിക്ക് ഒത്തിരി നാളുകൾ ശേഷമായിരുന്നു. അപ്പം ആദ്യ കാലഘട്ടത്തിൽ it was a struggle for me. You all interview the pastors. നിങ്ങൾക്ക് പാസ്റ്ററിന് ആവശ്യമുള്ളപ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കും, പാസ്റ്ററിനെ ഇന്റർവ്യൂ ചെയ്യും അല്ലേ? എൻ്റെ ഭർത്താവിനെയും അങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്തു. അവർ എന്നെ നോക്കിയത് പോലും ഇല്ല. ചിലപ്പോ if they would have seen me, if they would have spoken to me, അവർ അല്പം ഒന്ന് ചിന്തിച്ചേനെ പാസ്റ്റർ സതീഷിനെ എടുക്കണമോ വേണ്ടയോ എന്നല്ലേ. പക്ഷെ എന്തോ ഒരു വിശ്വാസത്തിൽ അവർ പാസ്റ്ററിനെ എടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ when I'm walking into the church, oh, this is pastor's wife, this is pastor, because നമ്മളെ കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല അല്ലേ. നമ്മൾ ആരാണെന്നോ ഞങ്ങൾക്ക് എന്തൊരു കഴിവുണ്ടെന്നോ ഒന്നും അവർക്ക് പാസ്റ്റർ മാത്രം മതി. പക്ഷേ മിനിസ്ട്രി തുടങ്ങിയ അന്ന് മുതൽ എല്ലാവരുടെ കണ്ണ് എവിടെയാ? പാസ്റ്റർ പ്രസംഗിച്ചോളൂ. എനിക്ക് എന്തോ ഒരു പേടിയായിരുന്നു പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ. ഞാനിങ്ങനെ സ്തോത്രം ബിക്കോസ് പാസ്റ്ററിന്റെ പ്രസംഗം കഴിഞ്ഞിട്ടുള്ള റിയാക്ഷന് ആർക്കാ വരുന്നേ? പാസ്റ്ററിന്റെ വൈഫിന് വരുന്നേ. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പേടിയാ, കർത്താവ് എല്ലാവരുടെ പേര് ഓർക്കണമേ, എല്ലാ പ്രാർത്ഥന വിഷയം ഓർക്കണമേ, ഇങ്ങനെ ഇന്റർസെസറി പ്രേയർ. ഒരാളുടെ വിഷയം വിട്ടുപോയാൽ അവർ പാസ്റ്ററിന്റെ അടുത്തൊന്നും പോകത്തില്ല. അവരെവിടെ വരുന്ന? ആദ്യം
ആദ്യം വർഷിപ്പ് കഴിഞ്ഞിട്ട് റെസ്റ്റ് റൂമിൽ പോകാൻ പേടിയാ. ബിക്കോസ് അവിടെ എല്ലാ സഹോദരിമാരും ഉണ്ട്. അവരുടെ മുഖം ആരാ ഫസ്റ്റ് കാണുന്നേ? പാസ്റ്ററിന്റെ വൈഫാ. സോ ഇമാജിൻ what we go through which nobody knows and nobody even talks about it. ഒരു പാസ്റ്ററിന്റെ വൈഫ് മറ്റേ പാസ്റ്ററിന്റെ വൈഫിനോട് ഒന്നും പറയത്തില്ല. ആ പാസ്റ്ററിന്റെ വൈഫ് ഒന്നും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ബിക്കോസ് അവർ കമ്മ്യൂണിറ്റി ഈസ് ലൈക്ക് ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് യുവർ ഓൺ വേ, ഫൈൻഡ് യുവർ ഓൺ പാത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം, അപ്പൊ നമുക്ക് ഈ അതോറിറ്റിയും ഈ റോളും എല്ലാം എങ്ങനെയാ വരുന്നേ? ആരുടെ അണ്ടറിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്? We have so many bosses to work. Every woman in the church is a boss over us, right? We don't know whom are we accountable also sometimes, right? അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ, who is my boss? Even though I am not appointed by anybody from the church committee or the board or anything, but I have to be accountable to somebody because of my calling. അല്ലേ? ഞാനിവിടെ വന്നപ്പോൾ നിമിഷം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക സിസ്റ്റർ ഫേബെ. I was so impressed about Sister Febe for the first time. Can you stand up? I just want to, can you acknowledge her? കഴിഞ്ഞ 2 വർഷം മുമ്പേ പാസ്റ്റർ പോയി ഉത്തരവാദിത്തം ഏറ്റെടുത്തു, അല്ലേ? നേക്കോഗ് നടത്താന്ന്. വൈഫിന്റെ അടുത്ത് ചോദിച്ചോന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ when I came yesterday, I saw her running around and doing things. Nobody assigned her that you need to take water and give to anybody, or you be the welcome committee, or you greet the people. Nobody assigned her, but she's always running around. That's the role of a pastor's wife. But I just want to demonstrate something. I can ask some ladies to volunteer and come up on the stage. Stage alla mundu va. So when I got the calling of the Lord, God put a covering over me. Before my marriage, this was the covenant of God's covering over my life, over my ministry. Okay? This is my covering. So, before എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് മിനിസ്ട്രിക്ക് വന്നവർ ആയിരിക്കാം. ചിലരെ ദൈവം അതിന് മുൻപേ മിനിസ്ട്രിക്ക് വിളിച്ചവരും കാണും. അപ്പൊ മുമ്പേ, വിവാഹത്തിന് മുമ്പേ, I had the covering of the Lord over me as a shield. Once I got married, I have another covering. എൻ്റെ മേലെ ഇത് വലിയതല്ലേ? ഓക്കെ, ഇതിന് മേലെ പിടിക്കണം. So, I am standing under 2 coverings. Covering of my husband now becomes my first priority, and the covering of the Lord comes above that. Okay? As long as I'm ministering under the authority of my husband, I have double covering. നമ്മൾ ഓർക്കണം കേട്ടോ, ഞങ്ങളെ ഭർത്താക്കന്മാരെ, പാസ്റ്റേഴ്സിനെ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുമ്പോൾ we have to work under the authority of our spouses. So when we work under the authority of spouses, we have double covering. Covering of our husband, and we also have a covering over us from the Lord. The moment I think I can do better, I am better than my husband, I don't want to be under his covenant, or I don't want to under his leadership. It is too much. I can do everything by my strength. എൻ്റെ കഴിവും എൻ്റെ മിടുക്കുകൾ കൊണ്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ഈ കവറിങ്ങിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ I am alone. Pastors' wives become alone because I don't have the covering of my husband or the covering of the Lord. Because God always works in order. God doesn't work just like that. ദൈവവചനം പറയുന്നത് എഫിഷ്യൻസ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, സബ്മിറ്റ് ടു വൺ അനദർ ഇൻ ദ ലോർഡ്
അത് കഴിഞ്ഞിട്ട് പറയുന്നത് വൈഫ് സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്. Any ministry that is done in the church should be under the submission of the leader that God has placed upon you. That's your husband. Okay? What happens if I come back and our life can throw at us some challenges? My husband may pass away one day as a pastor, but still I have the covering of the Lord. Still, if God wants me to use, I can be used by the Lord because I still have that authority and the covering of the Lord. So pastor's role, thank you. നിങ്ങളൊന്നും മറക്കല്ലേ, എന്ത് മറന്നാലും 2 കൊട മറക്കല്ലേ. എപ്പോഴെല്ലാം നിങ്ങൾക്ക് മനസ്സ് ഡിസപ്പോയിൻമെന്റ് ആകുമ്പോൾ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അഹങ്കാരം വരും, പാസ്റ്റേഴ്സ് വൈഫെല്ലാം ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. ആ സമയത്തെല്ലാം നമ്മൾ ഓർക്കണം, വി നീഡ് ടു ബി അണ്ടർ ദി അതോറിറ്റി. ബൈബിളിൽ ഒത്തിരി ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് ഒത്തിരി ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ അക്വില ആൻഡ് പ്രിസില്ല അല്ലേ, ഒരു നല്ല മാതൃകയായിട്ടുള്ള ഒരു കപ്പിൾസ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വാട്ട് ഡിഡ് ദേ ഡു ടുഗെദർ? ദേ വർ ഫെയ്ത്ത്ഫുൾ പാർട്ട്നേഴ്സ് ഇൻ ദ മിനിസ്ട്രി. അവർക്ക് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ഇരുവരും വിശ്വസ്തരായിരുന്നു. അവർ ഇരുവരും ജോലിക്കാരുമായിരുന്നു കേട്ടോ, ടെന്റ് മേക്കേഴ്സ് ആയിരുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ ഐ എം എ ഫുൾ ടൈം പാസ്റ്റേഴ്സ് വൈഫ്, ബട്ട് ഐ സീ 90% of the pastor's wife in this nation are all working pastor's wife. They are not working just for the church, they have full time working outside. അപ്പോൾ അവരുടെ ചാലഞ്ചസ് എന്ന് പറയുന്നതും പലപ്പോഴും ഇറ്റ്സ് ഡബിൾ ദെൻ what I experience. I am experiencing just the church pressure, but അവർക്കുള്ളത് ഉത്തരവാദിത്തം ചർച്ച് മാത്രമല്ല, അവരുടെ ഉത്തരവാദിത്തം അവരുടെ ജോലിയിലും അവരെന്തായിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം. 100%, that is also their calling. So they have double role to play. Many times we underestimate pastors' wife who are working. You should never do that. Instead, you need to respect them more than a full-time pastor like me. Because sometimes they are 12-hour shift and they come, they receive a phone call, what they do? They go to minister to the people. ഇന്നും ഞാൻ അനേക പാസ്റ്റർമാരോട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യമാർ എന്തെന്ന്. ബിക്കോസ് ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പാസ്റ്റർമാരെ അധികം, ഭാര്യമാര് കുറവ്. എന്തുകൊണ്ട്? അവരെല്ലാവരും ഇന്ന് ജോലിയിലായിരിക്കുന്നു. They want to be here just like you and me, but they didn't get off from the work. So never underestimate the call of a working woman as a pastor's wife. But the calling, നിങ്ങൾ സമയം കിട്ടുമ്പോൾ when you go back you can read Acts chapter 18 നമുക്ക് കാണുവാൻ സാധിക്കും ഈ കപ്പിൾസ് എങ്ങനെയാ ദൈവത്തിന് അവർ ശുശ്രൂഷിച്ചു. A faithful partner in ministry, a teacher of God's word. ദൈവദാസിമാരും സമയമെടുത്ത് ദൈവവചനം പഠിക്കണം. അത് ചർച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. We need to find time to study God's word. After 10 years, almost 12 years of my ministry, I realized I need to be grounded and rooted in the word of God. അത് എനിക്ക് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു? മലയാളികൾ ആരില്ലാത്ത ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ പോയി വചനം പഠിച്ചു. ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നു. Sometimes you need to go outside your community to study God's word, where you will become vulnerable. തുറന്ന് നിങ്ങളുടെ വിഷയങ്ങൾ പറയുവാനും വചനം പഠിക്കുവാനും അത് മുഖാന്തരം. BSF എന്ന ബൈബിൾ സ്റ്റഡി ഞാൻ പോയി ഏകദേശം 2-3 വർഷക്കാലം diligently every Wednesday morning. It was very difficult. Wednesday morning എനിക്ക് ബൈബിൾ സ്റ്റഡിക്ക് പോകുന്ന അന്നായിരിക്കും ഒരു എമർജൻസി ഹോം കോൾ വരും. ഇന്ന ആൾ സുഖമില്ല. എന്നെ ഒത്തിരി ക്ലാസ്സസ് ഞാൻ മിസ് ചെയ്തു. പക്ഷെ എങ്കിലും I took time to study. Priscilla was a woman who was very studious in studying God's word. അത് മാത്രമല്ല, they both, husband and wife, were gracious hosts.
അവരനേകർ അവരുടെ ഭവനത്തിൽ താമസിപ്പിക്കുവാനിടയായി. They were servant leaders. They were encouraging and supportive to the ministry of Paul. അല്ലേ, നമ്മൾ വചനം വായിക്കും. And not only that, പൗലോസ് പറയുന്നത് they risked their life for me. അവരുടെ ജീവൻ. അപ്പം പാസ്റ്റേഴ്സ് വൈഫ് സംടൈംസ് ഹാവ് ടു ടേക്ക് സം റിസ്ക്. നമുക്കെല്ലാവർക്കും അറിയാം, എസ്പെഷ്യലി വി ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ, വി ടേക്ക് റിസ്ക്. റിസ്ക് ഇല്ലാത്ത ജോലി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ പാസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിലും പാസ്റ്റർ ഭാര്യമാരുടെ ജീവിതത്തിലും നമ്മൾ അനേക റിസ്ക് എടുക്കും ആൾക്കാരെ ചൊല്ലി. ദാറ്റ്സ് ഓക്കെ. ഇഫ് പീപ്പിൾ ക്രിട്ടിസൈസ് യു ഫോർ ദാറ്റ്, ദാറ്റ്സ് ഓക്കെ, ബിക്കോസ് യു ആർ നോട്ട് അക്കൗണ്ടബിൾ ടു എനിബഡി ഇൻ ദ ചർച്ച്. Pastor's wife, you are only accountable to your husband and to the Lord who has called you. And not only that, before I end, doing everything. മദർ തെരേസ പറഞ്ഞ ഒരു കോട്ടാണ് എന്നെ ഒത്തിരി ബലപ്പെടുത്തിയത്. She said, do the little things with great love. Doing little things with great love. ശുശ്രൂഷയിൽ വന്ന സമയത്ത് എനിക്ക് ഒത്തിരി പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. ഞങ്ങൾ എവ്രി ഡേ ആൾക്കാർ നമ്മളെ വിളിക്കുമ്പോൾ, എനിക്കൊരു ആൻറ്റി എപ്പോഴും ഓർക്കുന്നുണ്ട്, അവർ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, അനിത എന്ത് ചെയ്തുകൊണ്ട് ഉറങ്ങുവാണോ? ഏത് സമയം വിളിച്ചാലും. അപ്പം ഞാൻ ഓർക്കും, എങ്ങനെ ഒരാൾ എല്ലാ സമയത്തും ഉറങ്ങാൻ പറ്റുമോ? രാവിലെ വിളിച്ച ഒരു 9 മണിക്ക് വിളിക്കുമ്പോൾ ചോദിക്കും, ഉറങ്ങുവാണോ അനിത? ഇല്ല ആൻറ്റി, ഞാൻ എഴുന്നേറ്റ്. ഓക്കെ. ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കും, ഉറങ്ങുവാണോ? പിന്നെ വൈകിട്ട് വിളിക്കുമ്പോൾ ചോദിക്കും, ഉറങ്ങും. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ആൻറ്റിക്ക് എന്നെ വിചാരം എപ്പോഴും ഞാൻ ഉറങ്ങുവാണോ എന്ന്. അപ്പോൾ എനിക്ക് പേടിയാ, ഫോൺ വരുമ്പോൾ തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ബിക്കോസ് നാളെ ആൻറ്റിയെ കാണുമ്പോൾ ആൻറ്റി പിന്നെ അതേ ചോദിക്കുമല്ലോ, ഉറങ്ങുവാണോ എന്ന്. Initially it was very hard, right? Every day. And then every Sunday കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഇന്ന് ആരുടെ കൂടെ ആയിരുന്നു പോയെ ഫുഡിന്? എവിടെ ആയിരുന്നു ഇന്ന് ഫുഡ്? ഓ, അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ചിലർക്ക് അറിയണം. അപ്പോൾ ഇനിഷ്യലി ഇറ്റ് വാസ് സോ ഹാർഡ്. ഹൗ ഡു യു മാനേജ് ഓൾ ദീസ് തിങ്സ് ആൻഡ് വി ഹാവ് ടു സ്റ്റിൽ ലവ് ദം, റൈറ്റ്? The moment you stop loving people, you cannot serve the people. അപ്പോൾ എൻ്റെ ബ്രദറ് മരിച്ചുപോയി. ആ ബ്രദറ് ഞങ്ങളെല്ലാം വിശ്വാസം വന്ന സമയത്ത് മിനിസ്ട്രിയിലായിരുന്നു. വൺ തിങ് ഹി ഓൾവേസ് ടോൾഡ് മീ, ദറ്റ് മോട്ടോ ആയിട്ട് ഞാൻ വെച്ചിരിക്കുക, ലവ് എവ്രി വൺ, പ്ലീസ് ഓൺലി ഗോഡ്. എൻ്റെ 20 വർഷത്തിലെ നിങ്ങൾ ചോദിച്ചാൽ വാട്ട് ഈസ് ഇൻ എ നട്ട്ഷെൽ മിനിസ്ട്രി എന്തുവാ, പാസ്റ്റർസ് വൈഫിൻ്റെ മിനിസ്ട്രി എന്തോന്ന് ഞാൻ നിങ്ങൾ ചോദിച്ചാൽ, ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു നോ, ലവ് എവ്രിബഡി. സ്നേഹിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ല കേട്ടോ. ബട്ട് സ്നേഹിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഉറക്കം വരത്തില്ല. ഇഫ് യു ക്യാൻ ലവ് എവ്രിബഡി, യു ക്യാൻ സ്ലീപ്പ് പീസ്ഫുള്ളി ലൈക്ക് എ ബേബി. അന്ന് രാത്രി നിങ്ങൾ എല്ലാ പാസ്റ്റേഴ്സും രാത്രി ഉറങ്ങുമ്പോഴാണല്ലോ ചിന്തകളെല്ലാം വരുന്നത്. അയ്യോ ഇന്ന ആരെ വിളിച്ചില്ല, അയ്യോ ഇന്ന വീട്ടിൽ പോയില്ല, അയ്യോ ഇന്ന കാര്യം അവർ പറഞ്ഞു. ഓ മൈ ഗോഡ്, ദ മൂമെന്റ് യു ഹിറ്റ് ദ ബെഡ്, യു ക്യാൻ ബ്രിങ് ഔട്ട് ഓൾ ദ തിങ്സ് ദാറ്റ് യു ഡിഡ്ന്റ് ഗെറ്റ് ടു ഡു ദാറ്റ് ഡേ as a pastor's wife. And then the guilty, you go through the guilt trip. Oh my God, what type of a pastor's wife you are. You didn't even call them, you didn't even take care of them. But if you can love everybody and please God, ദൈവത്തെ മാത്രം പ്രസാദിച്ചാൽ മതി. പക്ഷേ ലവ് ഷുഡ് ബി അൺകണ്ടീഷണൽ and forgive everybody as soon as it's easy for you to forgive. Don't hold. ഇതെല്ലാം നമ്മുടെ ഭാരങ്ങളെല്ലാം വെച്ചോണ്ട് എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്? 100,000 ഭാരങ്ങളല്ലാതെ നമുക്കില്ലേ, നമ്മുടെ തലമുറകളും എല്ലാം. അതിൻ്റെ കൂടെ സഭയിലെ എല്ലാവരുടെ ഭാരങ്ങൾ. We cannot, one thing that God taught us is we cannot become the Jesus for everybody. We can be ഒരു അച്ഛനെ ഞാൻ ചില സമയത്ത് വരിയാകാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് അപ്പോൾ അച്ഛൻ പറയും, എടി ഞങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു ചൂണ്ട് പലകയായിട്ടാ, അല്ലാതെ ഞങ്ങളല്ലല്ലോ ക്രിസ്തു. ഞങ്ങൾക്ക് ഓമനി പ്രസൻസും ഓമനി പൊട്ടൻ്റായിട്ട് എല്ലായിടത്തും പോകാൻ പറ്റത്തില്ലല്ലോ. ഓമനിഷ്യൻറ്റും ആകാൻ പറ്റത്തില്ല. ആൾക്കാർ എന്തോ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, അല്ലേ? പക്ഷെ നമ്മളെല്ലാവരെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്താ? ചൂണ്ട് പലകയായിട്ട്. അപ്പോൾ
പാസ്റ്റേഴ്സ് വൈഫ്, ഡു നോട്ട് ബി ഡിസ്കറേജ്. എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചില സഹോദരിമാരോട് ചോദിച്ചു ഞാൻ എന്തുവാ പറയേണ്ടതെന്ന്. അപ്പോൾ അവർ പലതും പറഞ്ഞു. അവർക്ക് ഒത്തിരി ഫീലിങ്സ് ഉണ്ട്. യുനോ, വെൻ ടു സേ യെസ്, വെൻ ടു സേ നോ ടു ദ പീപ്പിൾ. ഇതെല്ലാം ചാലഞ്ചസ്, ഒത്തിരി ചാലഞ്ചസിൻ്റെ ലിസ്റ്റ് എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനത് നല്ലൊരു നോട്ടിലാണ്. ഞാൻ ഓർത്തു ഈ ചാലഞ്ചസ് എല്ലാം പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കണ്ട. അന്ന് എൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ചാലഞ്ചസ് ഒന്നും നിങ്ങളോട് പങ്കുവെക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മളെല്ലാവരും ചിന്തിച്ചാൽ മതി. അറ്റ് ദി എൻഡ്, prayer is the most important thing. As a pastor's wife, I can be a Sunday school teacher, I can be a youth leader. It's all depends upon the size of the church. ചിലപ്പോൾ ഒരു പാസ്റ്ററിന്റെ വൈഫ് അവിടുത്തെ സൺഡേ സ്കൂൾ ടീച്ചർ ആകാം, അവിടുത്തെ വർഷിപ്പ് ലീഡർ ആകാം, വുമൻസ് മിനിസ്ട്രി ആകാം, പല റോൾസ്. ബിക്കോസ് അക്കോർഡിംഗ് ടു ദ സൈസ്. ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്ന യൂണിവേഴ്സലായിട്ട് ഞാൻ ഒത്തിരി കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ചർച്ചിൻ്റെ ആവശ്യങ്ങൾ എന്തുവാണ്, യു റൈസ് അപ്പ് ടു ദാറ്റ് ഒക്കേഷൻ ആൻഡ് യു ബി പ്രസൻറ്റ്. ഞങ്ങൾ കഴിഞ്ഞ രാത്രിയും ഇന്നും എല്ലാം കേട്ടത് എന്തുവാ, ബി പ്രസൻറ്റ് ഫോർ ദ പീപ്പിൾ. ദാറ്റ്സ് ഓൾ വി ക്യാൻ ഡു. സോ ഐ എൻകറേജ് യു ഓൾ ടു ബി പ്രസൻറ്റ് ഫോർ എവ്രിബഡി, ബട്ട് പ്രേ, 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 പ്രേ. Prayer is very essential to be a pastor's wife. You don't have a burden to pray. You can ask God, കർത്താവേ എനിക്ക് പ്രാർത്ഥനയുടെ ഒരു വരം എനിക്ക് തരണമേ. എനിക്ക് ആരെ സഹായിപ്പാൻ കഴിയുകയില്ല, പക്ഷെ പ്രാർത്ഥനയിൽ എനിക്ക് പോരാടുവാൻ കഴിഞ്ഞെങ്കിലേ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ തിങ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സമയം കിട്ടുമ്പോഴെല്ലാം ജനത്തിനു വേണ്ടി കരയുവാനുള്ളൊരു മനോഭാവം. That's all God is looking. And do things, little things with great love. Thank you very much for this time.